നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്ന വിഷയം കടലാസിൻ്റെ ചരിത്രമാണ്. അത് നമ്മുടെ രാജ്യമായ ഇന്ത്യയിൽ കടലാസ് എന്നാണ് പ്രചാരത്തിൽ വന്നത് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുമായി ചർച്ച ചെയ്യുകയാണ്. ഇലകളിലായിരുന്നു നമ്മുടെ നാട്ടിലെ ആദ്യത്തെ കടലാസ്. ചെടികളുടെ തൊലി ചതച്ചും നാരുകൾ നെയ്തുമൊക്കെ ആദ്യകാലത്ത് ലോകത്തിൻ്റെ പല ഭാഗത്തും കടലാസ് ഉണ്ടാക്കിയപ്പോൾ നമ്മൾ അത്രയൊന്നും കഷ്ടപ്പെടാതെ നേരിട്ട് ഇലകളിൽ എഴുതി. പനയോലകളും ചില പ്രത്യേക ഇലകളുമായിരുന്നു എഴുതാൻ അന്ന് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ഈ ഇലയിലെ എഴുത്ത് ഭാരതത്തിലെത്തിച്ചത് ഈജിപ്തുകാരാണ്. ഓലക്കീറുകൾ കൂട്ടിച്ചേർത്ത് പുസ്തക രൂപത്തിൽ അത് സൂക്ഷിക്കും. എഴുതാൻ ഇലകൾ ഉപയോഗിച്ചുകൊണ്ടാണത്രേ പുസ്തകത്താളിന് ഇംഗ്ലീഷിൽ ഇലയെന്ന അർത്ഥമുള്ള ലീഫ് എന്ന പേര് വന്നത്. ഡോക്ടർ വില്യം കാരി എന്ന ഇംഗ്ലീഷ് മിഷണറിയാണ് ഇന്ത്യയിൽ ആദ്യമായി കടലാസ് കൊണ്ടുവന്നത്. കടലാസിലുള്ള ബുക്കുകൾ, പുസ്തകങ്ങൾ ബുദ്ധമത സന്യാസികൾ AD 610 നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് പ്രചരിപ്പിച്ചിരുന്നു. 1816 ചെന്നൈക്കടുത്തുള്ള ഒരു കടലാസ് നിർമ്മാണശാല ആദ്യമായി നിലവിൽ വന്നു. പിന്നീട് 1832 വെസ്റ്റ് ബംഗാളിലും ഒരു ഫാക്ടറി ഉയർന്നു. എന്നാൽ ഇവയൊന്നും കാര്യമായി വിജയിച്ചില്ല. പിന്നെയും 30 വർഷങ്ങൾക്ക് ശേഷമാണ് കടലാസ് നിർമ്മാണം വ്യാപകമായത്. പിന്നീട് ഇത് ഇന്ത്യയിലെ പ്രധാന വ്യവസായങ്ങളിലൊന്നായി മാറി. ഇന്ന് ലോകത്തുണ്ടാക്കുന്ന കടലാസിൻ്റെ 2% നമ്മുടെ രാജ്യമായ ഇന്ത്യയിലാണ് നിർമ്മിക്കുന്നത്. ഇന്ന് 1000-ഓളം കടലാസ് നിർമ്മാണ കമ്പനികൾ ഇന്ത്യയിലുണ്ട്. പത്രക്കടലാസ് മുതൽ പെട്ടികളും മറ്റും ഉണ്ടാക്കുവാനുള്ള കട്ടിക്കടലാസ് വരെ ഉണ്ടാക്കുന്ന ഫാക്ടറികൾ ഇന്ന് ഇന്ത്യയിൽ ധാരാളമുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ പത്രക്കടലാസ് ഫാക്ടറി 1955 തുടങ്ങിയത്. മധ്യപ്രദേശിലെ നേപ്പ നഗറിലുള്ള നാഷണൽ ന്യൂസ് പ്രിൻ്റ് ആൻഡ് പേപ്പർ മിൽ എന്ന ആ കമ്പനിക്ക് കേന്ദ്ര സർക്കാർ തുടക്കമിട്ടു. ഉയർന്ന ഗുണനിലവാരമുള്ള കടലാസ് ഉണ്ടാക്കാനായി മധ്യപ്രദേശിലെ തന്നെ ഹോഷാംഗാബാദിൽ ബ്രിട്ടനുമായി സഹകരിച്ചൊരു ഫാക്ടറി 1968 പ്രവർത്തനം തുടങ്ങി. 1970 കേന്ദ്ര സർക്കാരിൻ്റെ ഉടമസ്ഥതയിൽ ഹിന്ദുസ്ഥാൻ പേപ്പർ കോർപ്പറേഷൻ ലിമിറ്റഡ് ആരംഭിച്ചു. അക്കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കടലാസ് ഫാക്ടറി ആയിരുന്നു അത്. ITC ലിമിറ്റഡ്, തമിഴ്നാട് ന്യൂസ് പ്രിൻ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, JK പേപ്പർ ലിമിറ്റഡ് എന്നിവയൊക്കെ ഇന്ന് ഇന്ത്യയിലെ